2019 ആലുവ കൊലക്കേസിലെ ആന്റണിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കയറാണ്. എന്നാൽ ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചതിന്റെ ഫലമായി അന്ന് വധശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ കയർ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വധശിക്ഷ നടപ്പിലാക്കിയാൽ ആ കയർ കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. പിന്നെ ഒരാളിന് 3 കയറുണ്ടാക്കും. 3 കയറാണ് ഒരാൾ ഉണ്ടാക്കുന്നത്. ഒരു കയറിന്റെ നീളം ഇവിടെ എഴുതിയിട്ടുണ്ട് 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെയാണ് ഒരു കയറിന്റെ നീളം. അത് ആളിന്റെ ഭാരത്തിനനുസരിച്ചാണ്. ആളിന്റെ ഭാരം കൂടുതലാണെങ്കിൽ കയറിന്റെ നീളം കുറയും. ആളിന്റെ ഭാരം കുറയുന്നതനുസരിച്ച് കയറിന്റെ നീളം കൂടും. 3 കയർ വേണമല്ലോ. അപ്പോൾ ഒരാളിന് 3 കയർ വേണം. അതിൽ ഒന്നാമത്തെ കയർ എക്സിക്യൂഷന്റെ തലേ ദിവസം ആളിന്റെ ഭാരത്തിന്റെ 1.5 ഇരട്ടി ഭാരമുള്ള ഡമ്മി തൂക്കി നോക്കും. എന്നിട്ട് ആ കയർ മാറ്റിവെക്കും. അതിന് പിന്നെ ഉപയോഗമില്ല. രണ്ടാമത്തെ കയർ ഇതുപോലെ കുരുക്കിട്ട് ആളിനെ ഹാങ് ചെയ്യും. മൂന്നാമത്തെ കയർ ഈ രണ്ടാമത്തെ കയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ എന്നുള്ള പ്രിക്കോഷന്റെ പേരിൽ മാത്രം ഉണ്ടാക്കുന്ന കയറാണ്. ആ കയറിനും പ്രത്യേകിച്ച് ഉപയോഗമില്ല. എക്സിക്യൂഷൻ കഴിഞ്ഞ ഉടൻ തന്നെ 3 കയറും കത്തിച്ചു കളയാണ് ചെയ്യുന്നത്. ഈ കയറിന്റെ വണ്ണം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. 2.5 സെന്റിമീറ്റർ അതിന്റെ ഡയമീറ്റർ, അതായത് 1 ഇഞ്ചാണ്. പിന്നെ പറയുന്നത് ഈ ലോക്ക് പുതിയ സംവിധാനമാണ്. നേരത്തെ ഇത് കാണുന്ന ഈ കെട്ടാണ് ഉപയോഗിച്ചത്, കെട്ടിയാണ് ഉപയോഗിച്ചത്. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഈ കെട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിൽ ഇരിക്കുന്നു. പക്ഷെ ജയിലിൽ ചെയ്യുന്നത് ബാക്കിലല്ല ഇത് ടൈറ്റ് ചെയ്യുന്നത്. ലോക്കായാലും കെട്ടായാലും ആളിന്റെ കഴുത്തിന്റെ ഇടത് ഭാഗത്ത് വരണം. ഇവിടെ ഇടത് ഭാഗത്ത് ഈ കെട്ടോ ലോക്കോ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആളിന് സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, ഒച്ച ഉണ്ടാക്കാൻ കഴിയില്ല, അയ്യോ അമ്മോ എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ലോക്ക് വരണമെന്ന് പറയാൻ കാരണം. അതായാലും ഇതായാലും ഇവിടെ തന്നെ കെട്ട് വരണം. സിനിമയിൽ കാണുന്ന പോലെ ബാക്കിലല്ല കെട്ട് വരേണ്ടത്, ഇവിടെയാണ് കെട്ട്. ആളിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്താണ് കെട്ട്, ഇടത് ഭാഗത്താണ് കെട്ട് വരേണ്ടത്. പിന്നെ സിനിമയിൽ മാത്രമേ ഈ ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഇതുവരെയും ഹാങ് ചെയ്ത ആൾ രക്ഷപ്പെട്ടിട്ടില്ല. ഹാങ് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ആൾ മരിക്കും. എന്നാലും 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇയാളെ പുറത്തു കൊണ്ടുപോകൂ. ആരാച്ചാരെ കുറിച്ച് പറയാം. ആരാച്ചാരെ കുറിച്ച് ഇപ്പം കേരളീയരുടെ നോവലിലൊക്കെ ആരാച്ചാരെ കുറിച്ചൊക്കെ കേരളത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങി. ആരാച്ചാരെ കുറിച്ചൊക്കെ ആരാച്ചാറ് മുമ്പ് ആരാച്ചാർ എന്നൊരു പോസ്റ്റ് ജയിലിലുണ്ടായിരുന്നു. ഇന്ന് അത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വധശിക്ഷ നടപ്പിലാക്കാത്തത് കൊണ്ട് ആരാച്ചാറിന്റെ പോസ്റ്റ് ഇപ്പൊ ആവശ്യമില്ല. കോൺട്രാക്ട് ബേസ് അന്നേരം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ആരാച്ചാറുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇന്റർവ്യൂവിന് വരുന്നു. അപ്പൊ എക്സ്പീരിയൻസ് വേണ്ട. ഇന്റർവ്യൂവിന് വരുമ്പം അവരുടെ മാനസികാവസ്ഥയെല്ലാം പരിശോധിച്ചതിന് ശേഷം എഴുതുന്നു. അവർക്കുള്ള റിമ്യൂണറേഷനാണ് 2 ലക്ഷം രൂപയാണ് ഒരു കൊല ചെയ്ത ഒരാളിനെ എക്സിക്യൂഷൻ നടപ്പിലാക്കുന്നതിനുള്ള റിമ്യൂണറേഷൻ 2 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു 4-5 വർഷത്തിന് മുമ്പ് ഒരു ഇത് ഇന്റർവ്യൂ നടന്നപ്പോഴേ PGയും പിന്നെ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വരെ അവിടെ ഇന്റർവ്യൂവിന് വന്നതായിട്ട് വാർത്തയൊക്കെ ഉണ്ട്. വലിയ വലിയ ഫ്ലാഷ് ന്യൂസ് ഒക്കെ ഉണ്ട്. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ തൂക്കിക്കൊല്ലുന്ന സ്ഥലമാണ്, അതിന്റെ ഗാലൗസ് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ സെൻട്രൽ ജയിലുകളിലാണ് ആളുകളെ തൂക്കിക്കൊല്ലുന്നത്. അവിടെയാണ് ഇതുപോലുള്ള കഴിമരം അല്ലെങ്കിൽ ഗാലൗസ് ഉള്ളത്. കണ്ണൂർ സെൻട്രലിലാണെങ്കിൽ ഒരേ സമയം 2 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. പൂജപ്പരയിലും വിയൂരും അതിനുള്ള സൗകര്യമില്ല. ഒരാളെ മാത്രമാണ് തൂക്കിക്കൊല്ലാൻ കഴിയുക. ഒരാളെ തൂക്കിക്കൊല്ലണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രോസസ്സ് കടന്നതിന് ശേഷം ഏറ്റവും അവസാനം രാഷ്ട്രപതിയും ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരാളെ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുക. അപ്പോൾ ഈ തൂക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് മജിസ്ട്രേറ്റ് ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കും. അതായത് ഒരാളെ തൂക്കിക്കൊല്ലാനുള്ള വാറണ്ടാണ് അനുമതി കൊടുത്തുകൊണ്ടുള്ള വാറണ്ടാണ് ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത്. അപ്പം ബ്ലാക്ക് വാറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ജയിൽ ഡിപ്പാർട്ട്മെന്റ് ആരാച്ചാർ അന്വേഷിക്കും. സാധാരണഗതിയിൽ ജയിൽ ഡിപ്പാർട്ട്മെന്റിന് അതാരില്ല, ആരാച്ചാറില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ സാധാരണഗതിയിൽ അന്വേഷിക്കാൻ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ആലുവ കൂട്ടക്കൊലക്കേസ് കേട്ടിട്ടുണ്ടാവും. ആലുവ കൂട്ടക്കൊലക്കേസ് ആന്റണിയില്ലേ, അപ്പൊ ആന്റണിയെ തൂക്കിക്കൊല്ലാനുള്ള എല്ലാ ഇടപാടും ആയതാണ്. അതായത് ബ്ലാക്ക് വാറണ്ട് വരെ പുറപ്പെടുവിച്ചപ്പോഴത്തേക്കും ജയിൽ വകുപ്പ് ആരാച്ചാർ അന്വേഷിച്ചു. പണ്ട് കാലത്താണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ ആരാച്ചാറായിട്ട് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരാരും വരുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പത്രത്തിൽ എന്ത് ചെയ്തു, പരസ്യം കൊടുത്തു. പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം 1500 അടുപ്പിച്ചിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അപേക്ഷ ജയിൽ വകുപ്പിന് നൽകി. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെമ്യൂണറേഷൻ കൊടുക്കും. കാരണം 2 ലക്ഷം രൂപയാണ് ഒരാളെ തൂക്കിക്കൊന്ന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇതിനകത്തേക്ക് വന്നത്. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ തൂക്കിക്കൊല്ലാനായിട്ട് ആളെ ആവശ്യമായിട്ട് വന്നില്ല. കാരണം രാഷ്ട്രപതി എന്ത് ചെയ്തു, ദയാഹർജി രാഷ്ട്രപതി എല്ലാ തരത്തിൽ രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയതിന് ശേഷം പാർലമെന്റ് സമിതി വഴി ഇയാൾ കൊടുത്ത് അതിനെ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇയാളെ വധശിക്ഷയിൽ നിന്ന് എന്ത് ചെയ്തു, ഒഴിവാക്കി കൊടുത്തത്.
അല്ലെന്നുണ്ടെങ്കിൽ തൂക്കായിരുന്നു. ഈ അവിടെ ഇരിക്കുന്ന കയറെന്ന് പറയുന്നത് അയാളെ തൂക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ തൂക്കിക്കഴിഞ്ഞാൽ അതന്നെ കരിയിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ തൂക്കാൻ പറ്റാത്തത് കൊണ്ട് അതിപ്പോൾ ഇവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഈ തൂക്കുന്നതിന് മുമ്പായിട്ട് അയാളുടെ ബോഡിക്കും ബോഡി വെയിറ്റിന് ആനുപാതികമായിട്ട് മണൽച്ചാക്ക് എന്ത് ചെയ്യും, മണൽച്ചാക്ക് ഇട്ട് അതിനേക്കാളും വെയിറ്റ് കൂടിയ ഇതാണ് കെട്ടിത്തൂക്കി ഏകദേശം 2-3 മണിക്കൂർ വരെ ഇട്ട് അതിൻ്റെ ആ കയറിൻ്റെ ഉറപ്പ് ശരിയായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ തൂക്കാനായിട്ട് ആ കയറെടുക്കുന്നത്. പിന്നെ ഈ തടിയുണ്ടല്ലോ, തടി ഈ PWD എഞ്ചിനീയർ എന്ത് ചെയ്യും 4 ദിവസത്തിലായിരിക്കും വന്നിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ തടിയുടെ ഈ കഴിമരത്തിൻ്റെ അതിൻ്റെ ശക്തിയും പരിശോധിക്കും. അപ്പോൾ ഈ മരിക്കുന്ന തൂക്കിക്കൊല്ലുന്നതിൻ്റെ അന്ന് രാവിലെ സൂപ്രണ്ട് അയാളുടെ സെല്ലിൽ ചെന്നിട്ട് അയാൾ ചെയ്തിട്ടുള്ള കുറ്റം എന്താണെന്നുള്ളത് വായിക്കും. അപ്പോൾ അവിടെ കിടക്കുന്ന ആളൊരു ബംഗാളിയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് എന്ത് ചെയ്യണം സൂപ്രണ്ട് വായിക്കുക. അപ്പോൾ ആ ബംഗാളിയിലേക്ക് ആ ഭാഷയിലേക്ക് എന്ത് ചെയ്യും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. വായിക്കും. ജഡ്ജിമെന്റ് ഇയാൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് അയാളെ ബോധ്യപ്പെടുത്തും, നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് നിങ്ങളെ തൂക്കിക്കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് നടത്തിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ കഴിമരത്തിൽ കയറ്റി ആരാച്ചാറാണെന്ന് ചെയ്യുന്നത് ഈ കഴുത്തിൽ കുരുക്കിടുന്നത്. ഈ കുരുക്കിടുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇടതുവശം മുറുകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കുരുക്കിടുന്നത്. കാരണം ഹൃദയത്തിൽ നിന്നും ഇടത് ഭാഗം വഴി തലച്ചോറിലേക്ക് പോകുന്ന വെയിന് മുറുകിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തലച്ചോറ് പെട്ടെന്ന് നശിക്കുകയും ബ്രെയിൻ ഡെഡ് സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇടതുവശം മുറുകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കുടുക്കിടുന്നത്. അപ്പോൾ ഇതുപോലെ കൊണ്ടു നിർത്തിയതിന് ശേഷം സൂപ്രണ്ടാണ് ആംഗ്യം കാണിക്കുക, തൂക്കാൻ വേണ്ടിയിട്ടുള്ള ആംഗ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലിവർ എന്ത് ചെയ്യും, ലിവർ വലിച്ച് ഏകദേശം 1 മണിക്കൂറോളം എന്ത് ചെയ്യണം ഇയാളെ ഹാങ് ചെയ്തിട്ട് ജയിലിലെ ഡോക്ടർ പരിശോധിച്ചിട്ട് പൾസൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യും അഴിക്കും. ഈ തീഹാർ ജയിലിൽ ഒരു ഇരട്ട സഹോദരന്മാരെ തൂക്കിയപ്പോഴത്തേക്കും അതിലൊരു സഹോദരൻ പൾസ് ഉണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷവും പൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജയിലിലെ ജീവനക്കാർ വന്ന് അയാളെ കാലെ പിടിച്ച് വലിച്ച് താഴോട്ട് ആക്കി അയാളെ കഴുത്ത് മുറുകിച്ച് വധശിക്ഷ നടപ്പിലാക്കിയാണ്. കാരണം അഴിഞ്ഞു വീണാലോ അയച്ചതിന് ശേഷം ഇയാൾക്ക് പൾസ് ഉണ്ടെങ്കിൽ പിന്നെ വധശിക്ഷയിൽ നിന്ന് അയാളെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തത്. അതിനുശേഷം ഇയാളെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ജീവനോടെ മാത്രമേ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രതി മെയിൻ ഗേറ്റ് വഴി പോകാൻ പാടുള്ളൂ എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മരിച്ച ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു വാതിലുണ്ട്. ആ വാതിൽ വഴി ഇയാളെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കൂടെ നടത്തിയാണ് ചെയ്യുന്നത്, ഇയാൾ വിട്ടുകൊടുക്കുന്നു. ആരെ ഏറ്റെടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണോ അതനുസരിച്ചിട്ട് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഒന്നുകിൽ തീഹാറിലൊക്കെ ആണെങ്കിൽ ജയിൽ വളപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്. ഇയാളെ അഫ്സൽ ഗുരുവിനൊക്കെ അതിനകത്ത് തന്നെയാണ്. കാരണം വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ ആവുമെന്ന് കരുതിയിട്ട് വിട്ടുകൊടുക്കുന്നത് തന്നെ ഒരു പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനം. അതായത് ആളുകൾ ഉണ്ടാകാൻ പാടില്ല, കലാപം ഉണ്ടാക്കാൻ പാടില്ല, ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ല നിബന്ധന വെച്ചുകൊണ്ടാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. കേട്ടില്ലേ? അവസാന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഇല്ല, അതിന് മുമ്പായിട്ട് തന്നെ മുമ്പായിട്ട് തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് അത് ചോദിക്കും. അപ്പോൾ ആരെയാണ് കാണാൻ, ഇപ്പോൾ മോഹൻലാലിനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോഹൻലാലിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും. മോഹൻലാലിനെ ജയിൽ വകുപ്പ് എന്ത് ചെയ്യും, കൊണ്ടുവരും, കാണിക്കുകയും ചെയ്യും.